ഹലോ ഗൈസ്, അപ്പം നമ്മളുടെ അടുത്തൊരു ട്രിപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ പോകുന്നത് കേദാർനാഥിലേക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം നമ്മളിങ്ങനെ ബഡ്ജറ്റ് കുറച്ച് എങ്ങനെ ട്രാവൽ ചെയ്യാന്നുള്ള ഇത് ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് നേരെ ലോക്കൽ ട്രെയിൻ എടുത്തു ഋഷികേശിലേക്ക് പോകാൻ വേണ്ടി. ഋഷികേശ് അല്ല, ഹരിദ്വാറാണ് കിട്ടിയത്, ഋഷികേശ് കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ രാവിലെ ഒരു 6 നമുക്കൊരു 10:30 അവിടെ സ്റ്റേഷനിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് കിട്ടും, ഡൽഹി ജംഗ്ഷനിൽ നിന്ന് കിട്ടും. അങ്ങനെ നമ്മളൊരു 6-6:30 അടുപ്പിച്ച് നമ്മൾ ഹരിദ്വാർ എത്തും. അവിടുന്ന് നമുക്ക് അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെ ഫ്രഷപ്പ് ആവുന്നൊക്കെ കരുതി. അങ്ങനെ ഞങ്ങൾ ഫ്രഷപ്പൊക്കെ ആയിട്ട് അവിടുന്ന് ഞങ്ങൾ ഉടനെ ഇറങ്ങി. കുറച്ച് ദൂരം നടക്കാറുണ്ട്. അവിടെ ഞങ്ങൾ നടന്ന് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് എത്തി, ഹരിദ്വാർ ബസ് സ്റ്റാൻഡിൽ. അവിടുന്ന് ഒരാൾക്ക് 680 എന്തോ ആണ് ഒരാളുടെ റേറ്റ്. നമുക്ക് കേദാർനാഥല്ല, ഗൗരികുണ്ട് വരെ പോകാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ ഹരിദ്വാറിലേക്ക് യാത്രയായി. ഹരിദ്വാർ വഴിയാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ കുറേ ദൂരം, ആക്ച്വലി നല്ല മടുപ്പാണ് ഗൈസ്. ഫുൾ ഞങ്ങൾ രാവിലെ ഒരു 7 മണിക്ക് ഞാൻ ബസ്സിൽ കയറി. പക്ഷേ വണ്ടി വിട്ടത് 8:30 അടുപ്പിച്ചായിരുന്നു. അന്ന് തൊട്ട് ഒരു 6:30 ആയപ്പോഴാണ് ഞങ്ങളെ കറക്റ്റ് വണ്ടി കൊണ്ടെത്തിക്കുന്നത്. അതുകൊണ്ട് നല്ല മടുപ്പായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇടയ്ക്ക് അങ്ങനെ കുറേ ദൂരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി അവർ നിർത്തി. അങ്ങനെ അവിടെ കുറേ ഡാബകൾ അടുത്തടുത്തുണ്ട്. അപ്പോൾ നമ്മൾ കുറേ ചേട്ടന്മാരിങ്ങനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ പാവരമ്മാവൻ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് നല്ല വിഷമം. അങ്ങനെ ആ അമ്മാവൻ്റെ കടയിൽ തന്നെ ഞങ്ങൾ കയറി. പിന്നെ അത് കഴിഞ്ഞ് പാവം അമ്മാവ് ദയനീയാവസ്ഥ എടുത്ത് ഞങ്ങൾക്ക് തന്നെ വിഷമമായി. അപ്പോൾ പിന്നെ ഞങ്ങൾ അമ്മാവൻ പറഞ്ഞ കടയിൽ തന്നെ കയറാം. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒരു പ്ലേറ്റ് റൊട്ടി ചോറ് എല്ലാം കൂടെ 120 രൂപയ്ക്ക് അങ്ങനെ കിട്ടി. അങ്ങനെ അതും അടിച്ചിട്ട് പിന്നെ ഇറങ്ങി. അവിടെ നല്ല ശുദ്ധമായ കുറേ ജലങ്ങളൊക്കെ കിട്ടും ഗൈസ്. നമുക്കത് വെച്ച് മുഖം കഴുകാം, കൈ കഴുകാം, കാൽ കഴുകാം, എന്തുകൊണ്ടും കഴുകാം. അങ്ങനെ ഞങ്ങളവിടെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. ഉത്തരാഖണ്ഡിനെ വിളിക്കണ ഗോഡ്സ് ലാൻഡ് എന്ന, ദൈവം കണ്ട ഭൂമി എന്നാണ് പറയുന്നത്. അത്ര അടിപൊളി സ്ഥലമാണ് ഗൈസ്. എന്നുവെച്ചാൽ വിശ്വസിക്കണം, നമുക്ക് ചില ബ്യൂട്ടീസൊക്കെ കാണുമ്പോൾ ചില നേച്ചറിൻ്റെയൊക്കെ ബ്യൂട്ടീസ് നമുക്കും നമ്മുടെ കണ്ണും കൊണ്ട് തന്നെയാണ് കാണുക. അത്ര അടിപൊളി മറ്റേ ഫാൻറ്റസി ലോകത്തുള്ള ഒരു ഇതുപോലൊക്കെ തോന്നും. ഞങ്ങൾ സ്ഥലത്തൊക്കെ എത്തിയപ്പോൾ അവിടെ അപ്പൂപ്പൻ താടി പറക്കണം. എനിക്ക് തോന്നുന്നു ഈ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെ എന്താവണേ. മഴയും പെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ അപ്പൂപ്പൻ താടി, കുറേ അടുത്ത് അപ്പൂപ്പൻ താടി പറക്കുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. ബസ്സിലിരുന്നേ കാണാൻ പറ്റുകയുള്ളൂ. നല്ല കുറേ വ്യൂസും. പിന്നെ ഇതായിരുന്നു ഞങ്ങളുടെ അവസാനത്തെ അവസ്ഥ. വയ്യ, പിന്നെ ക്ഷീണിച്ചു, ഒന്നിനും വയ്യ. എങ്ങനെയും സ്ഥലം എത്തിയത് ആകെ അപ്പത്തെ തന്നെ നടുവേദനയും കാലുവേദനയും കൈവേദനയൊക്കെ തുടങ്ങിയിരുന്നു. അങ്ങനെ കണ്ട കുഴിയിലും അവിടെ ഇവിടെയൊക്കെ ചാടി ഓടി ഞങ്ങളെ ബസ് കൊണ്ടെത്തിച്ച് സോൻമാർഗ് വരെ എല്ലാം ബസ് നിർത്തത്തുള്ളൂ. അത് നമ്മൾ എവിടെ നിന്ന് കയറിയാലും, ഋഷികേശ് എന്നാലും എവിടെ നിന്ന് കയറിയാലും സോൻമാർഗ് വരെ പോകത്തുള്ളൂ. അവിടുന്ന് പിന്നെ നമ്മൾ നടക്കണം ഗൗരികുണ്ട് വരെ. അധികം ഡിസ്റ്റൻസിൽ 2 കിലോമീറ്റേഴ്സേ ഉള്ളൂ. പിന്നെ നമുക്ക് ഗൗരികുണ്ടിൽ നിന്ന് നമുക്ക് ഷെയർ ടാക്സി കിട്ടും. ഒരാൾക്ക് 50 രൂപയാണ് എടുക്കുന്നത്. അവിടുന്ന് ഞങ്ങൾ ട്രക്കിങ് തുടങ്ങിയെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് തുടങ്ങിയേ പെടത്തുള്ളായിരുന്നു. വെച്ചാൽ ഞങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇതാണ് വേണ്ടത്. ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഹോട്ടൽസിലൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആവുമെന്ന് കരുതി ഞങ്ങൾ അവിടെ നിന്ന് നേരെ നടന്നു ചെയ്തു. ആകെ മടുപ്പായിരുന്നു. അന്നേരം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. രാവിലെ മുതൽ ബസ്സിൽ കയറി, പിന്നെ വൈകിട്ടെത്തി. അങ്ങനെ ഞങ്ങൾ പയ്യെ നടന്നു. പിന്നെ മഴയായിരുന്നു ഞങ്ങളെ ആകെ കുഴപ്പിച്ചത്. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു ടെൻറ്റ് കെട്ടിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം അവിടെ സ്റ്റേ അടിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത്രയും എക്സ്പെൻസ് കുറയുന്നത് ഞങ്ങൾ അങ്ങനെ പയ്യെ നടന്നു തുടങ്ങി. ഇനി നമുക്ക് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ ബാക്കി ട്രിപ്സിൻ്റെ പറയുന്നതായിരിക്കും. അത് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.